അപ്പൊ ഇന്ന് വീക്ക്ലി സജഷനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് 2014 പുറത്തിറങ്ങിയിട്ടുള്ള മൈക്കിൾ സ്പൈറിഗ് ആൻഡ് പീറ്റർ സ്പൈറിഗ് എന്ന ഒരു രണ്ട് ബ്രദേഴ്സ് ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് പ്രീ ഡെസ്റ്റിനേഷൻ. ഈ മൂവി ഒരു ടൈം ട്രാവലിൽ വരുന്ന പ്രശ്നങ്ങൾ, ഒരു പാരഡോക്സും ടൈം ലൂപ്പും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് കാസ്റ്റ് ആയിട്ട് വരുന്നത് ഈത്തൻ ഹോക്കും പിന്നെ സാറ സ്നുക്ക് എന്ന രണ്ട് ആക്ടേഴ്സ് ആണ്. അപ്പൊ ഈ മൂവിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്, ഈതൻ ഹോക്ക് ഒരു ടൈം ട്രാവലിംഗ് ഏജന്റ് ആണ്. ടൈം ട്രാവൽ ചെയ്താണ്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കുന്ന ഒരു ഏജന്റ് ആണ്. ഒരു ടെമ്പറൽ ബ്യൂറോ എന്ന് പറഞ്ഞ ഒരു ഏജൻസിക്ക് വർക്ക് ചെയ്യണ ടെമ്പറൽ ഏജൻസി എന്നാണ് അവരെ വിളിക്കുക. അങ്ങനെ ഒരു ഏജന്റ് ആണ് ഈതൻ ഹോക്ക് ഇതിൽ കാണിക്കുന്നത്. അപ്പോ ഈ ഏജന്റ് ഒരു 1975 ടൈം ട്രാവൽ ചെയ്താണ്ട് ന്യൂയോർക്ക് ടൈം ട്രാവൽ ചെയ്താണ്ട് അവിടെ ഒരു ബോംബിങ് നിർത്തി വെക്കാനൊരു അസൈൻമെന്റ് ലഭിക്കണം. ഒരു ഫിസിൽ ബോംബർ എന്നറിയപ്പെടുന്ന ഒരു ബോംബറിനെ നിർത്താനാണ് ഇയാൾ പോകുന്നത്. അയാൾ ആ ബോംബിങ് തടയെങ്കിലും ഫിസിൽ ബോംബർ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ഈ ഒരു ടൈമിൽ അയാൾക്കൊരു ഇഞ്ചറി ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഇഞ്ചറിന്ന് പിന്നെ ഇയാൾ ഹീലാവാൻ കുറച്ച് ടൈം എടുത്ത് ഈ ഹീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇയാൾക്ക് റിട്ടയർമെന്റിന് മുമ്പായിട്ട് ഒരു ലാസ്റ്റ് മിഷൻ നൽകും. അപ്പൊ ഈ ലാസ്റ്റ് മിഷൻ ഭാഗമായിട്ട് ഇയാൾ ടൈം ട്രാവൽ ചെയ്ത് ഈ 1970s തന്നെ ന്യൂയോർക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് അവിടെ ഒരു ബാർ കീപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം. ആ മിഷന്റെ ഇടയിലാണ് ഈ ബാർ കീപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമില് ഒരു നൈറ്റില് ഒരു സ്ത്രീ കയറി വരും. ജെയിൻ എന്നുള്ള പേരിൽ ഒരു മാഗസീനൊക്കെ റൈറ്റ് ചെയ്യണ അൺമാരീഡ് മദർ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ കയറി വരും. സാറ സ്നുക്കാണ് ഈ ജെയിൻ എന്ന് പറഞ്ഞുള്ള കഥാപാത്രം ചെയ്യുന്നത്. അപ്പൊ ഈ ജെയിന് തന്റെ പാസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്റെ പാസ്റ്റില് തന്നെ ചതിച്ചു പോയിട്ടുള്ള ഒരാളെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പൊ ഈ ചതിച്ചു പോയ ആളോട് റിവെഞ്ച് എടുക്കാൻ തന്നെ സഹായിക്കാണ് ഈ ടെമ്പറൽ ബ്യൂറോയിലെ ഏജന്റ് പറയണം. അപ്പൊ ഇവർ രണ്ടുപേരും പിന്നെ ടൈം ട്രാവൽ ചെയ്ത് റിവെഞ്ച് എടുക്കാൻ പോകുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഈ ടൈമില് അവർക്കുള്ള പല രഹസ്യങ്ങളും പിന്നെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതാണ് ഇതിന്റെ സ്റ്റോറി. അതുപോലെ ഈ ടൈം ട്രാവൽ ചെയ്യുന്നോണ്ടുണ്ടാണ് കുറച്ച് ടൈം പാരഡോക്സസും അതിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് ഈ പ്രീ ഡെസ്റ്റിനേഷൻ എന്നുള്ള മൂവിയിൽ കാണിക്കുന്നത്. അപ്പൊ ഇതൊരു സൈഫൈ ത്രില്ലർ ആയിട്ടുള്ള മൂവിയാണ്. ഇതില് ടൈം പാരഡോക്സസും പിന്നെ ടൈം ട്രാവലില് കുറെ പോസിബിലിറ്റീസ് ഉണ്ടാവും. അതിലൊരു എക്സ്ട്രീം പോസിബിലിറ്റി ആണ് ഇതിൽ കാണിക്കുന്നത്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള മൂവി ഒന്നുമല്ല, ജസ്റ്റ് അബൌട്ട് 1.5 മണിക്കൂറൊക്കെ ഇതിന്റെ ടൈം വരുന്നുള്ളൂ. അപ്പോ ഇതിന്റെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അതില് എന്താ രഹസ്യങ്ങളും സത്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആകെ പകച്ചു പോവുക. ഞാൻ കണ്ടപ്പോ തന്നെ ആകെ ഒരു മെസ്ഡ് അപ്പ് സിറ്റുവേഷൻ. അതാ പറഞ്ഞത്, ഒരു എക്സ്ട്രീം പോയിന്റ് ആണ്. ടൈം ട്രാവലിൽ വരുന്ന ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ആണ് ഇതിൽ പറയണത്. അപ്പോ കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക. ഈ സൈഫൈ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, കാരണം അത്രക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. അപ്പോ നെക്സ്റ്റ് സജഷൻ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ.